നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. രാസലഹരി മുന്നറിയിപ്പുമായി അധ്യാപകർ റാലിയും ഫ്ലാഷ് മോബും നടത്തി. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കണ്ണൂർ സൗത്ത്, കണ്ണൂർ നോർത്ത്, കൂത്തുപറമ്പ് ഉപജില്ലകളിലെ സംസ്കൃത അധ്യാപകരുടെ പരിശീലനത്തിനൊടുവിലാണ് ലഹരി വിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും നടത്തിയത്. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക PK ജ്യോതി ടീച്ചർ ഫ്ലാഷ് മോബ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഇതിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാനുള്ള കഴിവോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറരുത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു ലഹരി വിരുദ്ധ സന്ദേശം അധ്യാപകരിലൂടെ സമൂഹത്തിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പാഠപുസ്തകത്തിൽ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഇതിന്റെ ഉത്തമ ബോധ്യം നമുക്ക് സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അധ്യാപകരിലാണെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് അധ്യാപക പരിശീലനത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചതും അതോടനുബന്ധിച്ച പരിപാടികൾ നടത്തുന്നതും. വിദ്യാർത്ഥികളിൽ അവർ പോലും അറിയാതെ എത്തുകയും പിന്നീട് അവരെ അടിമകളാക്കുകയും ചെയ്യുന്ന രാസലഹരിക്കെതിരെ സമൂഹം ജാഗ്രത പാലിക്കണമെന്ന സന്ദേശവുമായാണ് റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചത്. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി താഴെ കാവിൻമൂല കവലിയിൽ അവസാനിച്ചു. 55ഓളം അധ്യാപകർ പങ്കെടുത്തു. രജിത് തെരൂർ, TK ശ്രീജിത്ത്, A ഐരിഷ്, TA ഗിരിജ, K ഷീബ, നീന, ശുഭ, K സുദിന, നിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജീവിതത്തിൽ അക്ഷരങ്ങൾ ലഹരിയായി മാറണം. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി അധ്യാപകരെ വേർതിരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഹയർ സെക്കൻഡറി ജൂനിയർ ടീച്ചേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിഷേധ സൂചകമായി ഹയർ സെക്കൻഡറി ജൂനിയർ അധ്യാപകർ വിവേചന വിരുദ്ധ ജാഥ നടത്തും. മെയ് 21-ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് വിവേചന വിരുദ്ധ ജാഥ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒരേ യോഗ്യതയാണ് ഈ നിയമനങ്ങളിൽ PSC നിർദ്ദേശിച്ചത്. ഒരേ പരീക്ഷയും ഇന്റർവ്യൂയും നടത്തിയാണ് സർക്കാർ നിയമനം നടത്തിയത്. എയ്ഡഡ് സ്കൂളിലും ഇതേ യോഗ്യത തന്നെയാണ്. ജോലി സമയങ്ങളിൽ മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. എന്നാൽ ശമ്പളത്തിലും പ്രൊമോഷനിലും മറ്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ കടുത്ത വിവേചനമാണ് നേരിടുന്നത്. അർഹതപ്പെട്ട പ്രൊമോഷൻ ജൂനിയർ അധ്യാപകർക്ക് ലഭിക്കുന്നില്ല. ജൂനിയർ അധ്യാപകരായി സർവീസിൽ തന്നെ തുടരേണ്ട അവസ്ഥയിലാണ് ഭൂരിപക്ഷം അധ്യാപകരും. 15 വർഷത്തോളം ഇങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പക്ഷേ ജൂനിയർ അധ്യാപകരുടെ പ്രശ്നം വരുമ്പോൾ മാത്രം സർക്കാർ സംവിധാനങ്ങളും അതുപോലെ ഉദ്യോഗസ്ഥ മേധാവികളും കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ഇനി മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത്, ഒരു ജൂനിയർ അധ്യാപകൻ അദ്ദേഹം പഠിപ്പിച്ച കുട്ടി ഒരു 8-9 വർഷത്തിന് ശേഷം PSC നിയമനം കിട്ടി വന്നാൽ, അതേ സ്കൂളിൽ അതേ സ്റ്റാഫ് റൂമിൽ സീനിയറായി നിയമനം കിട്ടി വന്നാൽ ജൂനിയർ അധ്യാപകൻ്റെ മേലെയാണ് ഈ ശിഷ്യൻ്റെ സ്ഥാനം. ഗുരുവിനേക്കാൾ മേലെ ശിഷ്യൻ ഇരിക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സീനിയർ പോസ്റ്റ് ഗസറ്റഡ് പോസ്റ്റാണ്, ജൂനിയർ പോസ്റ്റ് നോൺ ഗസറ്റഡ് പോസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, പൊതുസമൂഹം ചിന്തിക്കേണ്ട കാര്യം, ഗുരുനാഥൻ ജൂനിയർ നോൺ ഗസറ്റഡ്, ഈ ഗുരുനാഥൻ പഠിപ്പിച്ച ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ ഗസറ്റഡ് ആണ്, അതുപോലെ സീനിയറാണ്. അപ്പോൾ അറ്റൻഡൻസ് രജിസ്റ്ററിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഗുരുവിനേക്കാൾ മേലെ ശിഷ്യൻ വരുന്ന സ്ഥിതിയാണ്. അതൊരു വിരോധാഭാസമാണ്. കേരളത്തിലെ സർക്കാർ സർവീസിൽ അങ്ങനെ ഒരു സംവിധാനവും ഇല്ല. കാരണം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റും ആയിക്കോട്ടെ, സർവീസ് സീനിയോറിറ്റിക്ക് വളരെ പ്രാമുഖ്യമുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ഒക്കെ നിർവചിക്കുക. പക്ഷേ ഹയർ സെക്കൻഡറിയിൽ മാത്രം സർവീസ് സീനിയോറിറ്റിക്ക് ജൂനിയേഴ്സിന് യാതൊരു പ്രാധാന്യവും കിട്ടാത്ത ഒരു വല്ലാത്തൊരു കാലമാണ് ഉള്ളത്. 5 വർഷം അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് വാങ്ങിയ ജൂനിയർ അധ്യാപകനെ ഹൈസ്കൂളിലുള്ളതുപോലെ സീനിയറാക്കുക, ജൂനിയറിൽ നിന്നും സീനിയറിലേക്കുള്ള സ്ഥാനക്കയറ്റം റെഗുലർ പ്രൊമോഷനാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെയ് 21-ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വിവേചന വിരുദ്ധ ജാഥ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് K ദീപേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK രാജേഷ്, സാബു ജോസഫ്, M സീനത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റാനുള്ള ശ്രമത്തിൽ പ്രതിഷേധം. പുതിയ ബോർഡ് വെച്ച് യൂത്ത് കോൺഗ്രസ്. കേന്ദ്ര ഗവൺമെന്റ് നീക്കത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പരിപാടി കണ്ണൂർ നെഹ്റു യുവകേന്ദ്രയുടെ മുമ്പിൽ DCC ജനറൽ സെക്രട്ടറി ജോഷി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു.
നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റാനുള്ള ശ്രമത്തിനെതിരെ പുതിയ ബോർഡ് സ്ഥാപിച്ചുകൊണ്ടാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. മേര യുവ ഭാരത് എന്ന പുതിയ പേര് നൽകാനുള്ള കേന്ദ്ര ഗവൺമെന്റ് നീക്കത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പരിപാടി കണ്ണൂർ നെഹ്റു യുവകേന്ദ്രയുടെ മുമ്പിൽ DCC ജനറൽ സെക്രട്ടറി ജോഷി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനത്തിന് നേരെ വന്ന നെഹ്റുവിനെ അവഹേളിച്ച മിസ്റ്റർ നരേന്ദ്രമോദി, മിസ്റ്റർ നരേന്ദ്രമോദി, കണക്ക് ഞങ്ങൾ പറയിപ്പിക്കും, കണക്ക് ഞങ്ങൾ പറയിപ്പിക്കും. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട്, മുക്സിൻ കാദിയോട്, റിൻസ് മാനുവൽ, വരുൺ NK, MC അതുൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പഹൽഗ്രാം ഭീകരാക്രമണത്തിനെതിരെ രാജ്യം കൈവരിച്ച വിജയത്തിൽ അഭിനന്ദനം അർപ്പിച്ച് മുൻ സൈനിക സംഘടനകൾ കണ്ണൂരിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു. കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിലെ വിളക്കുംതറയിൽ നിന്നും ആരംഭിച്ച ത്രിവർണ്ണ സ്വാഭിമാന യാത്ര കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള യുദ്ധസ്മാരകത്തിൽ സമാപിച്ചു. ഓരോ ഘട്ടത്തിലും നമ്മൾ ഓരോ രീതിയിൽ അതിനെ നേരിടുന്നു, പരാജയപ്പെടുത്തി. 370-ാം വകുപ്പ് റദ്ദ് ചെയ്ത് കാശ്മീരിനെ ഭാരതത്തിൽ പൂർണ്ണമായി വിലയിപ്പിച്ചതിന് ശേഷം അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായ ഒരു ഭരണകൂടം കാശ്മീർ അധികാരത്തിൽ വന്നു. സാധാരണ ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് മാറി തുടങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് വളരെ ആസൂത്രിതമായി ഈ ഭീകരന്മാർ നമ്മുടെ ജനങ്ങളെ കൊന്നൊടുക്കിയത്. അതിനുള്ള പ്രതികാരം, അതിനുള്ള മറുപടി വളരെ സമർത്ഥമായി യുദ്ധതന്ത്രത്തിൽ പുതിയ തരത്തിലുള്ള ചില ശാഖകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിവിധ സേനാ വിഭാഗങ്ങളിലെ പൂർവ്വ സൈനികർ ദേശീയ പതാകയേന്തി യാത്രയിൽ അണിനിരുന്നു. തുടർന്ന് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പിന്നീട് നടന്ന ചടങ്ങിൽ എക്സ് സർവീസ് കോർഡിനേഷൻ കമ്മിറ്റി ദേശീയ വൈസ് ചെയർമാൻ വിജയൻ പാറാലി അധ്യക്ഷനായി. PR രാജൻ സ്വാഗതം പറഞ്ഞു. കമാൻഡോ PV മനീഷ്, ശൗര്യചക്ര, BJP ദേശീയ സമിതി അംഗങ്ങളായ CK പത്മനാഭൻ, C രഘുനാഥ്, രാധാകൃഷ്ണൻ മാണിക്കോത്ത്, അഡ്വക്കേറ്റ് KK ബൽറാം, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും വിവിധ സേനാ വിഭാഗങ്ങളുടെ പ്രതിനിധികളും സംസാരിച്ചു. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ കൂടിയാണ്. അവർക്കെതിരെയല്ല നമ്മൾ പ്രതിരോധിക്കേണ്ടത്. ഒരു യുദ്ധം എന്നത് സാധാരണക്കാരുടെ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടല്ല നടത്തുന്നത്. ഞങ്ങൾ ആക്രമിക്കുന്നത് അവിടെ ഭീകരവാദികളുടെ ക്യാമ്പുകളെയാണ്. അതിന്റെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് 9 ഭീകരവാദി ക്യാമ്പുകൾ ആക്രമിച്ചുകൊണ്ട് നമ്മുടെ കരുത്ത് ഞങ്ങൾ തെളിയിച്ചു. തുടർന്ന് ലഫ്റ്റനന്റ് KK വിനോദ് കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞാൻ എന്റെ രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷയും കാത്തുസൂക്ഷിക്കുമെന്നും രാജ്യത്തിനെതിരെ വരുന്ന ഭീകരാക്രമണവും ദുഷ്പ്രചാരണവും ചെറുത്തു തോൽപ്പിക്കാൻ പോരാടുന്ന സൈനികർക്കും ഭരണകൂടത്തിനൊപ്പം നിലകൊള്ളുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ദേശീയ ഗാനത്തോടുകൂടി പരിപാടി സമാപിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നിലമ്പൂർ സൗത്ത് DFOയെ മാറ്റിയതിൽ പ്രശ്നമില്ലെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. സ്ഥലം മാറ്റം MLAയും നാട്ടുകാർ അടക്കം വീഴ്ച ചൂണ്ടിക്കാട്ടിയതുകൊണ്ടാണ്. ഈ മാറ്റം കടുവാ ദൌത്യത്തെ ബാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. നടപടി എടുത്താലും എടുത്തില്ലെങ്കിലും കുഴപ്പം പറയുന്നത് ഇരട്ടത്താപ്പാണെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരുടെ ദിവസവും MLA ഉൾപ്പെടെയുള്ള അതിന് വേറെ ഓഫീസർമാർ നമ്മളൊരു നടപടി എടുത്താലും തെറ്റ് എടുത്തില്ലെങ്കിൽ തെറ്റുന്നില്ല ഇരട്ടത്താക്കുന്നില്ല നേരത്തെ